എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിഫ്റ്റി ഇന്ന് കുറച്ച് ഹൈ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം ഇവിടെ നോക്കിയാലറിയാം പ്രീവിയസ് R1 വന്നിട്ട് ഇറങ്ങി CPRൻ്റെ സെൻട്രൽ ലെവൽ ടച്ച് ചെയ്തു, വൺ സൈഡ് കയറിപ്പോയി മുകളിലോട്ട്. അതിനുശേഷം ലാസ്റ്റിലൊരു സെല്ലിങ് വന്നു. ഓക്കെ, അപ്പം ഇന്ന് ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ട് പല ഷെയറുകളും ഹെവി ആയിട്ട് ഡൗണിൽ പോയിട്ട് നല്ല രീതിയിൽ കയറി വന്നു. നല്ല ഹൈ ക്വാളിറ്റി കമ്പനിയുടെ എക്സാമ്പിൾ കെയ്ൻസ് ടെക്നോളജി എന്ന് പറയുന്ന ഷെയറൊക്കെ ഹെവി ആയിട്ട് ഡൗൺ ആയിരുന്നു. അത് ഗൈഡൻസ് കട്ട് ചെയ്തെന്നും പറഞ്ഞ് അതിൻ്റെ ന്യൂസ് വന്നു. അത് 18-19% ഇറങ്ങിപ്പോയി. ലാസ്റ്റിൽ അത് 10%-നുള്ളിൽ ക്ലോസ് ആയി. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി കമ്പനികളൊക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യണം. നമ്മൾ അത് ഓൾറെഡി 7000 ഇപ്പോൾ കെയ്ൻസ് ടെക്നോളജി ഇന്ന് അത് ഓപ്പണിങ് കണ്ടില്ല. ഇന്നലത്തെ ക്ലോസിങ് ഇവിടെ നിന്ന് അത് ഇവിടെ ഓപ്പണായി നേരെ കുത്തനെ ഇടിഞ്ഞ് ഏകദേശം 4200 വരെ വന്നു. ഇതിൻ്റെ ക്ലോസിങ് ഇപ്പം 4658. ഈ ലെവലിൽ കുറേ നേരം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് ആ സമയത്ത് മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പേടിയാണ്. എന്നാലും കുറച്ച് പേരൊക്കെ ചെറിയ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇപ്പം ഇതിൻ്റെ വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ഇവിടെ 18-19 ഇതെന്ന് പറയുമ്പോൾ ഹെവിയാണ്. നോർമലൊരു 13-14 റേഞ്ചിലൊക്കെ നിൽക്കുന്നതാണ് ബെറ്റർ. ഇത് നിൽക്കുമ്പോൾ വോളറ്റിലിറ്റി കൂടുതലായിരിക്കും മാർക്കറ്റിൽ. ഹൈ മുകളിലോട്ടും താഴോട്ടും ഹെവി മൂവ്മെൻറ്റ് നടക്കും. ഇപ്പം സാറ്റർഡേ വന്നിട്ട് നമ്മുടെ ബഡ്ജറ്റ് അവതരണമാണല്ലോ. അപ്പോൾ ആ സമയത്ത് അതിന് മുന്നോടിയായിട്ടുള്ള ഹെവി മൂവ്മെൻ്റ് മാർക്കറ്റ് നടക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ 3 ദിവസം ഇടുണ്ട്. 3 ദിവസത്തിൽ നല്ല മൂവ്മെൻറ്റ് മാർക്കറ്റ് നടക്കും. ഓപ്ഷൻസുകാരൊക്കെ മിക്കവാറും പലതിനകത്തും നോർമൽ സാധാ ട്രേഡ് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരൊക്കെ ശരിക്കും പണി വാങ്ങിക്കും ഇതുപോലൊക്കെയുള്ള മാർക്കറ്റിൽ. അപ്പോൾ കഴിവതും ഓപ്ഷനിൽ ചെയ്യാതിരിക്കുക പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ. അല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല മാർക്കറ്റാണ്. മുകളിലും താഴെയുമായിട്ട് നല്ല ചാൻസുകൾ കിട്ടും. ഓക്കെ, നിഫ്റ്റി ഇപ്പോഴും നല്ല വീക്കിലാണ് നിൽക്കുന്നത്. 0.5% കയറി. ഇന്ന് ബാങ്കാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് 0.5% കയറിയെങ്കിലും 300 പോയിൻ്റിനടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ താഴെ ഒരു ആവറേജ് റേഞ്ചിലോട്ട് ഇറങ്ങി വന്നു. ഇപ്പോഴും മാർക്കറ്റ് 23,000 താഴെയാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് നിഫ്റ്റി. ഇനി നാളെ മറ്റന്നാളൊക്കെ ചിലപ്പോൾ 23,000 മുകളിൽ ട്രേഡ് ആവാം. എന്നാലും ഒരു വീക്ക്നെസ് ഉണ്ട് ഇപ്പോഴും മാർക്കറ്റ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, നേരത്തെ 23,000 റേഞ്ചായിരുന്നു ഒരു വന്ന് ബൗൺസ് ആകാൻ ചാൻസ് ഉള്ള ഒരു ഷെയർ, ഒരു ലെവല് 23,000-22,900 ആ റേഞ്ചിലോട്ടൊക്കെ. ഇപ്പോൾ വന്നിട്ട് ഒരു നല്ലൊരു ഇറക്കം മാർക്കറ്റിൽ ഇറങ്ങിയാൽ 22,500-400 റേഞ്ച് തന്നെ പെട്ടെന്ന് ബൗൺസ് ആകും. ആ റേഞ്ചിലോട്ട് വന്നാൽ അവിടെ നിന്ന് പെട്ടെന്ന് ബൗൺസ് ആകും. പക്ഷേ മാർക്കറ്റ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഇവിടെ ഇപ്പം 23,000-ൻ്റെ അടുത്തോ അല്ലെങ്കിൽ 22,800-900 ഒക്കെ ആയിട്ടൊരു ഒന്നരയാഴ്ച ട്രേഡ് ആയാൽ ആ ലെവലിൽ നിന്ന് താഴോട്ട് പോകും മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ ട്രെൻഡിൽ പോകാനുള്ളൊരു ചാൻസ്. ഓക്കെ, നമ്മൾ നോർമൽ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. ഷോർട്ട് സെല്ല് ചെയ്യുമ്പം നമ്മൾ CPR വെച്ചിട്ടുള്ള സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇത് പുതിയതായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള വീഡിയോ, ആ സ്ട്രാറ്റജിയുടെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതിനകത്ത് ട്രേഡ് എടുക്കാൻ. ഞാൻ പറയുന്ന രീതിയിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. അല്ലാതെ പെട്ടെന്ന് കണ്ടു CPRൻ്റെ ഒരു ലെവലുണ്ടല്ലോ, പക്ഷേ നമുക്ക് ലൈവ് മാർക്കറ്റ് എക്സ്പീരിയൻസിലേക്ക് ഒരു പണിയും നടക്കത്തില്ല. പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ ഒരു ഇതുകൊണ്ട് അതിൻ്റെയും വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. നിങ്ങളത് നോക്കിയാൽ മതി. അത് കണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ നോർമൽ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. പുതുതായിട്ട് വരുന്നവരാണ്, ഉറപ്പായിട്ടും പണി കിട്ടും. അപ്പോൾ കഴിവതും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം എടുത്താൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണ് ഈ ഷെയറുകളൊക്കെ. ഇതിനകത്തുനിന്നൊക്കെ നമുക്ക് അധികം ചാൻസ് ഒന്നും തന്നില്ല. ഈ
എന്താണ് തർമാത്ത് എന്ന് പറയുന്ന ഷെയറിനകത്ത് മാത്രമാണ് നമുക്ക് CPR ലെവലിൽ നമുക്ക് ചാൻസ് തന്നു. ഇത് പ്രീവിയസ് ഡേ ഹൈ 6.1 മുകളിൽ പോയി ഇവിടെ ഇറങ്ങി നമുക്ക് 70 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 68.5 2 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതിനകത്തുണ്ടായിരുന്നു. ബാക്കിയുള്ള ഷെയർസിനകത്തൊക്കെ പ്രഡിക്റ്റീവ് ചാനലിൻ്റെ റേഞ്ച് വെച്ചിട്ടാണ് നല്ല ചാൻസുകളാണ്. ഇതിനകത്ത് നോക്കി പ്രഡിക്റ്റീവ് ചാനലിൻ്റെ ഹൈ റേഞ്ച് വന്നു ഒറ്റയടി നമുക്ക് പറഞ്ഞപ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റും 71 റേഞ്ച് ചെയ്യുന്നത്. അതുപോലെ ഹിഡൻബർഗ് എന്ന് പറയുന്ന ഇതെല്ലാം ഓപ്പണിംഗ് തന്നെ ഡൗൺ ആയിരുന്നു, നമുക്ക് ചാൻസേ തന്നിട്ടില്ല. സോഫ ഡെവലപ്പേഴ്സിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ക്രെഡിറ്റ് ACC എന്ന് പറയുന്ന ഷെയർ, അത് നമ്മൾ ഇന്നലെ എടുത്തിരുന്ന ഷെയറാണ്. ക്രെഡിറ്റ് ACCയിൽ അത് ഡൗണിൽ വരുവാണ് 985 ആ റേഞ്ച് 885 റേഞ്ച് വരുവാണെങ്കിൽ അവിടുന്ന് തിരിച്ച് കയറുവാണെങ്കിൽ ചാൻസ് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവിടുന്ന് ബൈ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ അതുപോലെ തന്നെ കയറി. പിന്നെ ലാസ്റ്റിലാണ് ഈ ഇവിടെ നോക്കിയാൽ അറിയാം, പ്രഡിക്റ്റീവ് ചാനലിൻ്റെ ഇത് വെച്ച് നോക്കിയാൽ പോലും നമുക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിന് ഇവിടെ വെച്ചൊരു ഹൈയുടെ മുകളിലോട്ട് കയറി നമ്മൾ ഇവിടെ ഒരു സെല്ല് ചെയ്താൽ 918 ചെയ്താൽ 900 റേഞ്ചിനടുത്ത് കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അടുത്ത ലെവൽ ക്രിയേറ്റഡ് ആയിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് കഴിയുമ്പോൾ കണ്ടോ ഇവിടെ നിന്നും നല്ലൊരു സെല്ലിങ് വരുന്നുണ്ട്. രണ്ടാമത് വീണ്ടും വന്നിട്ട് തിരിച്ച് വീണ്ടും സെല്ലിങ് വന്നു. പിന്നെ ലാസ്റ്റ് ടൈമിൽ കയറി അവിടുന്ന് നല്ല രീതിയിൽ സെല്ലിങ് വന്നു. അപ്പോൾ പ്രഡിക്റ്റീവ് ചാനൽ വെച്ച് നോക്കി ഇപ്പം ഇതുപോലുള്ള മാർക്കറ്റിലൊക്കെ ചില സമയത്ത് നമുക്ക് ചാൻസ് കുറവായിരിക്കും CPR വെച്ചിട്ടുള്ളത്. നമുക്കൊരു ഫ്ലാറ്റ് മാർക്കറ്റോ അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഒരു 50 പോയിൻറ്റോ 100 പോയിൻറ്റോ മൈനസോ പ്ലസിലോ അങ്ങനെയൊക്കെയുള്ള മാർക്കറ്റാണെങ്കിലും ഓക്കെയാണ്. അതല്ല ഹെവി മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ചാൻസ് കുറവായിരിക്കും കിട്ടുന്നത്. ആ സമയത്ത് നമുക്ക് പ്രഡിക്റ്റീവ് ചാനൽസിൻ്റെ ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പം നിഫ്റ്റി നോക്കിയാൽ പോലും നമുക്ക് പ്രഡിക്റ്റീവ് ചാനൽസിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നോർമൽ ഇത് ചെയ്ത ആ ഒരു പ്രഡിക്റ്റീവ് ചാനലിൻ്റെ ഇത് നമുക്ക് കിട്ടത്തില്ല. ഓപ്പണിങ്ങിൽ ഈ പ്രഡിക്റ്റീവ് ചാനൽ ഇതിപ്പോൾ ഇന്നലത്തെ അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം അവിടുന്ന് വേണമെങ്കിൽ എടുക്കാം, എടുത്തിട്ട് നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേങ്കിൽ അതിന് ശേഷം കണ്ടില്ല, രണ്ടാമത്തെ ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു സെല്ലിങ് വന്നുണ്ടോ. ഇത് നോക്കിയിരുന്നാൽ നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളിനിയും നാളത്തേന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. നാളത്തേന് നമ്മൾ ഒരുമാതിരി വലിയ കുഴപ്പമില്ലാത്ത ഷെയറുകളൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് പല ഷെയറുകളും റിസൾട്ട് വന്നതൊക്കെ ഉണ്ട്. ഈ PL ഒക്കെ റിസൾട്ട് വന്ന വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. HBLും റിസൾട്ട് വന്നെന്നാണ് തോന്നുന്നത്. ചോള ഫൈനാൻസ് ഇതൊക്കെ റിസൾട്ട് വന്നു. പക്ഷേ ഇതിനകത്തൊക്കെ നമുക്ക് ചാൻസുകൾ നല്ലതായിരിക്കും. CPR ലെവൽ വെച്ചാണെങ്കിൽ SBL പവർ എന്നുള്ള ഈ ഷെയറിനകത്ത് ഈ പ്രീവിയസ് ഡേ ഹൈയോ 6.1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല നമുക്ക് ആ ഒരു വീക്ക്നെസ്സാണ് കാണുന്നതെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ CPR ലെവൽ നോക്കിയാൽ നാളത്തെ 510 ക്ലോസിങ് ഇവിടെയാണ്. അപ്പം ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രഡിക്റ്റീവ് ചാനൽസിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ചാൻസ് ഉണ്ടോ നോക്കണം. SBL എൻജിൻ എന്ന് പറയുന്ന ഷെയറിനകത്ത് ഇത് കണ്ടില്ലേ, പ്രഡിക്റ്റീവ് ചാനലിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇത് വന്നേക്കുന്ന ഈ ഒരെണ്ണമാണ്. ഇതാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന പ്രഡിക്റ്റീവ് ചാനൽ. അപ്പോൾ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നീളും നാളത്തേന് ഇങ്ങോട്ട്. അപ്പോൾ ഇത് നാളെ ഈ റേഞ്ചിൽ നിന്ന് ഇപ്പോൾ 519 ഈ ഒരു റേഞ്ചിൽ 526, 27 വന്നിട്ട് ഒരു പ്രാവശ്യം സെല്ലിങ് വരും. ഈ പ്രഡിക്റ്റീവ് ചാനൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ, ഇവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് താഴോട്ട് വരുമെന്നല്ല, നമുക്കൊരു ചാൻസ് പ്രോഫിറ്റ് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ചാൻസ് വരും. അതിനുശേഷം തിരിച്ച് വീണ്ടും കയറി പോകുമായിരിക്കും. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെയും വീക്ക്നെസ്സൊക്കെ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ രണ്ടാമത് വീണ്ടും എൻട്രി ചെയ്യാം. പക്ഷേങ്കിൽ അത് നോക്കിയിട്ടേ ചെയ്യാവൂ. ഇവിടെ ഒരു പ്രാവശ്യം ഓപ്പണിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ നിന്ന് ഒരു സെല്ലിങ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആ ഷെയറിനകത്ത് SBLനകത്ത് അടുത്ത ഷെയർ ഇപ്പോൾ PLനകത്തും 950 ക്ലോസ്. അപ്പോൾ ഹൈ നോക്കിയാൽ 984, R1 989. അപ്പോൾ നാളെ ഇത് റിസൾട്ടൊക്കെ മോശമില്ലാത്ത റിസൾട്ടാണ്. ചിലപ്പോൾ ഇത് 1000-ന് മുകളിലൊക്കെ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ വന്നിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ R1 കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ക്രെഡിറ്റ് ACCയും നാളെ ഒരു പ്രാവശ്യം ഈ R1 ലെവൽ കട്ട് ചെയ്തിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല R1 വരെ പോയിട്ട് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. മസ്ഡോക്ക് എന്ന് പറയുന്ന ഷെയർ ഇന്ന് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ
നാളെ ഇത് ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. അതല്ല ഓപ്പണിങ്ങിൽ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി R1 പോയിട്ട് ഇറങ്ങിയ നല്ല ചാൻസ് ആയിരിക്കും അവിടെ. ജൂബിലൻ ഫുഡ് R1 R2 ഈ R2 ലെവലിൽ നിന്ന് ചാൻസ് കിട്ടിയാൽ നല്ലതായിരിക്കും. അതല്ല R1 എന്നൊക്കെ കിട്ടുവാണെങ്കിൽ എടുക്കാം. പക്ഷേങ്കിൽ സൂക്ഷിച്ച വലിയ ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതല്ല. JSFB എന്ന് പറയുന്ന ജനശക്തി ബാങ്ക് അങ്ങനെ കണ്ട് പറയുന്നൊരു ബാങ്ക് ഇത്, അതും ഈ R2 റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ നല്ല. R2 നമുക്ക് ചാൻസ് കിട്ടുകയാണ് നല്ല. ചോള ഫൈനാൻസ് കഴിവതും ട്രേഡ് ചെയ്യാതിരിക്കുക. ഇതിനകത്ത് ഹെവി മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാം. അപ്പം ഒന്നുകിൽ ഹൈ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. പക്ഷേ അതൊന്നും വെച്ചോണ്ടിരിക്കരുത്, പെട്ടെന്ന് തന്നെ നമ്മൾ വെളിയിൽ വരണം. അതുപോലെ ശോഭ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ടോ R1 അടിച്ചിട്ടോ ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ആധാർ ഹൗസിങ് ഇതും 400 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഇൻട്രാസ്റ്റ് ഇത് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു തോന്നി ഇന്ന്. നാളെ ഇത് ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലോ അതല്ല ഓപ്പണിങ്ങിൽ ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും. നെൽകാസ്റ്റിനകത്തും R1 പ്രീവിയസ് ഡേ ഹൈയോ ചാൻസ് എടുക്കാം. ബജാജ് ഹെൽത്ത് കെയർ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് നല്ലതായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇത് സീ വാട്ടർ R1 എന്നാണ് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ ഹൈ എന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഷെയറുകളേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ചാൻസിൽ കിട്ടുന്നില്ല, CPR വെച്ച് കിട്ടുന്നില്ല എങ്കിൽ അതിനകത്ത് പിന്നെ നമ്മൾ പ്രൊഡക്റ്റീവ് ചാനൽസ് അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് ചാൻസ് നോക്കും. അപ്പോൾ അതിനകത്ത് ചാൻസ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. നമ്മൾ നോക്കി ചെയ്താൽ മതി. നമ്മുടെ ഒരു റിസ്ക് റിവാർഡ് വെച്ച് ചെയ്യാമെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.